ഹായ് ഫ്രണ്ട്സ്, ഇയാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു പലഹാരമാണ് കേട്ടോ, പഴംപൊരി. പഴംപൊരി ഇഷ്ടമല്ലാത്ത മലയാളികൾ തീരെ കുറവായിരിക്കും. ഇപ്പോൾ പിന്നെ പഴംപൊരിയുടെ കൂട്ടത്തിൽ ബീഫൊക്കെ ഒരു കോമ്പിനേഷനായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പഴംപൊരി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇത് ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ്. കുഴച്ച് മാറ്റി വെച്ചതിന് ശേഷം അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന പഴംപൊരിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ. ഞാനൊരു 2 കപ്പ് മൈദമാവാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. നമ്മുടെ പത്തിരിപ്പൊടിയൊക്കെ ഞാൻ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചെടുത്തതാണ്. അതുപോലെ നല്ല നൈസായിട്ട് നന്നായിട്ട് വറുത്തതാണ് കേട്ടോ. ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്രയും മധുരം ആവശ്യമില്ലെങ്കിൽ അത്രയും ചേർക്കണ്ട കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ കളറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഫുഡ് കളറില്ലേ, ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. ഒരു നുള്ളേ ഇട്ടിട്ടുള്ളൂ, ഒരുപാടൊന്നും ഇട്ടിട്ടില്ല. ഞാൻ ഇനി ഇത് പെട്ടെന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫുഡ് കളർ ചേർത്തത്. മഞ്ഞൾപ്പൊടി അതുകൊണ്ടാണ് ചേർക്കാത്തത്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ എണ്ണയ്ക്കകത്ത് ഇടുമ്പോൾ ഇതിങ്ങനെ ചുമന്ന കളറായി മാറിപ്പോകും. അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഞാനിതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഈ ഒരു ലൂസിലാണ് കേട്ടോ ബാറ്റർ നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഞാൻ ഇതിലേക്ക് ഒരു 6-7 പഴം എടുത്തിട്ടുണ്ട്. ഇതിനൊരു തൂക്കമില്ല, ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പഴമാണ്. അപ്പം ഞാൻ അതിൽ നിന്നൊരു 6-7 എണ്ണം ഇങ്ങോട്ട് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. എല്ലാത്തിനും തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പഴം ഒരു 3 ആക്കി മുറിച്ചെടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വളരെ നൈസാക്കി മുറിക്കേണ്ട ആവശ്യമില്ല. ഒരു പഴം ഒരു 3 എണ്ണം ആക്കി വെച്ചാൽ മതി കേട്ടോ. ഇത് തീരെ ചെറിയ പഴമാണെങ്കിൽ 2 ആക്കിയാലും മതി. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പഴമായതുകൊണ്ട് ഞാൻ 3 കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നടുവേ ഒന്ന് മുറിക്കുകയും കൂടി ചെയ്യാം. എത്ര നീട്ടം വേണ്ടെന്നുണ്ടെങ്കിൽ നടുവേ ഒന്ന് മുറിച്ചിട്ടും ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ എല്ലാ പഴവും ഇവിടെ നിന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ രുചി ഗോൾഡ് പാം ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം, വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ. ഇനി നമ്മൾ ആ മുക്കി വെച്ചേക്കുന്ന ബാറ്ററിലേക്ക് ഈ ഓരോ പഴം മുക്കിയതിന് ശേഷം ഈ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഓയിൽ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് 2 പഴമേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു വശം ഒന്നായി കഴിയുമ്പോൾ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ 2 വശവും നന്നായിട്ടായിട്ടുണ്ട്. ഉള്ളിൽ പഴമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിത് എണ്ണയ്ക്കകത്തുനിന്ന് കോരിയെടുക്കാം. നമുക്ക് ബാക്കി കൂടി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.